everyone, welcome to my channel. And yes, right now I will be watching a couple of videos. So I was not planning on doing this reaction, but I saw one comment and I changed my mind. So yes, one comment can also make me change my mind. So I was waiting for all the character introductions for Lucifer to drop, and the original plan was to just watch it on my own, but now I have just thought of reacting to it. So I'm just going to watch them one by one, and if I have to say something about these characters or what I think, I'm just going to pause and share my thoughts. So that's how I will go about it. So I am on the page, so I'm just going to start with the character Xavier and then end with obviously Abraham, which is Abraham Qureshi, which is Mohanlal sir's character. So yeah, let's go. Character 36. So we start from 36 onwards. There are a lot of videos. I don't know how long will this reaction Hi, be. നമസ്കാരം. ഞാൻ ജെയ്സ് ജോസ്. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഇവിടെ ഞാൻ ഇരിക്കുന്നത്. കാരണം ലൂസിഫറിന് ശേഷം എമ്പുരാനിലും എനിക്ക് ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റി. ഏകദേശം ഒരു 10-35 മൂവി അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ ലൂസിഫറിൽ അഭിനയിക്കുന്നത്. പക്ഷേ ലൂസിഫറിലെ ആ ലാലേട്ടൻ്റെ കൂടെയുള്ള എൻട്രി ഞാനും ഷാജോണും ലാലേട്ടൻ റൈറ്റും ലെഫ്റ്റുമായിട്ട് വരുമ്പോൾ അന്ന് അത് ട്രെയിലറിലും അല്ലെങ്കിൽ പോസ്റ്ററുകളിലും നിറഞ്ഞു വന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു നടനായി ഞാൻ മാറിയത് ലൂസിഫറിലെ ആ ഒറ്റ വേഷത്തിലാണ്. അന്നോട്ട് ഇപ്പോൾ എമ്പുരാൻ്റെ ഒരു ചർച്ച വരുമ്പോൾ തൊട്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എമ്പുരാനിലുണ്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ചോദ്യമാണ് അത്. എൻ്റെ മനസ്സിലും അത് ദൈവമേ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ട്. മുരളി ഗോപിയെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു റൈറ്റർ എഴുതുന്ന കഥ ഇത്രയും നന്നായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, വിഷ്വലി എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും കഴിവുള്ള ഡയറക്ടർമാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ആ സിനിമയുടെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും അത്രയ്ക്കും ആളുടെ ഉള്ളിൽ ആ പടം സിനിമയുണ്ടെന്ന് ഓരോ ഷോട്ട് എടുക്കുമ്പോൾ വളരെ കുറച്ച് സീനുകളിൽ എനിക്ക് അത് പടത്തിലെത്താൻ പറ്റിയുള്ള ഭാഗമായി പറ്റിയിട്ടുള്ളെങ്കിലും എനിക്ക് ഷൂട്ടില്ലെങ്കിലും ഞാൻ വളരെ അത്ഭുതത്തോടെ. And it's amazing. Can I just say, this is also great because even if you are playing like a small character in the film, the fact that Prithviraj decided to do this and introduce all the characters separately to us so that we can get introduced to the actors as well is just phenomenal. I think this is a great way of promoting the film, honestly, as per me. That's one of the reasons I decided to react to all the videos. ഓരോ സീക്വൻസ് effort has to be appreciated. ലാലേട്ടൻ ലൂസിഫറിൽ ഉപയോഗിച്ച കാറ് വരുമ്പോൾ തന്നെ ഉള്ളിൽ ലാലേട്ടൻ വരുന്ന ഫീല് നമുക്ക് കിട്ടും. ലാലേട്ടൻ മുഖം കാണുന്ന പോലെ ലാലേട്ടൻ വരുന്ന പോലെ തോന്നുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഒരു മൂവ്മെന്റ് വരെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സിനിമയുണ്ട്. എന്തായാലും ഇതൊരു നമ്മൾക്ക് എല്ലാവർക്കും നല്ല അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ കണ്ടിറങ്ങാൻ പറ്റുന്ന ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും എമ്പുരാൻ. എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ കാത്തിരുന്ന എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററിലെത്തുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. Very nice. So we have the next character, Srilekha, character 35. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശിവദ. ലൂസിഫർ എന്ന ചിത്രത്തിൽ ഗോവർദ്ധൻ, ഇന്ദ്രേട്ടൻ ചെയ്ത ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തിന്റെ വൈഫായിട്ടായിരുന്നു ഞാൻ ചെയ്തത്. അപ്പൊ അത് ആക്ച്വലി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ടുവേർഡ്സ് ആൻഡ് ക്ലൈമാക്സിൽ. റെസ്പോൺസ് ഐ ഗോട്ട്, ഇറ്റ് വാസ് റിയലി ഇമ്മെൻസ് തന്നെ പറയാം. എമ്പുരാൻ എന്ന ചിത്രത്തിനെ കുറിച്ച് ആദ്യമായിട്ടൊരു ടോക്ക് വന്നപ്പോൾ തന്നെ എന്നോട് എല്ലാവരും ചോദിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, ശിവതയുണ്ടോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറയാണ്, എമ്പുരാനിന് ഞാനുണ്ട്. അതെന്താ ചെയ്തേക്കണേന്നുള്ളത് നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. Do we know about the runtime of this film? Has that been like shared by Prithviraj? ആക്ച്വലി വർക്ക് ചെയ്തപ്പോൾ കിട്ടിയൊരു മറ്റൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഫാസിൽ സാറിന്റെ പടത്തിലൂടെയായിരുന്നു ഞാൻ മലയാള സിനിമയിലേക്ക് എൻട്രി ആയത്. അപ്പൊ ഈ ചിത്രത്തില് ഫാസിൽ സാറിന്റെ കൂടെയും സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ വർക്കിംഗ് വിത്ത് ഡയറക്ടർ രാജുവിനോട് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചേ വർക്ക് ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും ഐ ഹാവ് ഓൾവേസ് അഡ്മയർഡ് ഹിം, സീയിങ് ഹിം ഓൺ സ്ക്രീൻ. അപ്പൊ ഇപ്പൊ നേരിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു കൂളായിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട് എല്ലാം ക്ലിയർ കട്ട് ആയിട്ടുള്ള clear vision ഉള്ളൊരു that's why I always keep saying Prithviraj is the one with clear vision. ഗംഭീരമായിട്ട് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ
അതിലൊരു ചെറിയൊരു പാട്ട് പ്ലേ ചെയ്യുന്നു എന്നുള്ളതിൽ ഐ എം റിയലി ഹാപ്പി. നിങ്ങളെ പോലെ തന്നെ ഞാനും ഭയങ്കര ഈഗറാണ് എമ്പുരാൻ്റെ റിലീസിന് വേണ്ടിയിട്ട്. സോ March 27th എമ്പുരാൻ റിലീസ് ആവാണ്. Do watch it in theaters near you. Yes. So let's get it there. We will. And I hope, what my hope is that because this movie is also getting dubbed in Hindi, I don't know how many Malayalam I would ideally want to watch this in Malayalam with the subtitles, but because this is also getting a Hindi dub here in Delhi NCR, the theaters will probably mostly have the Hindi shows. So I don't know. I definitely want to watch it in Malayalam, but it might be a possibility that I end up watching it in Hindi only. We'll see. Let's see. Okay, let's move on to the next character. So Anish as Sumesh. ഹായ് നമസ്കാരം, ഞാൻ അനീഷ്. സുമേഷ് എന്ന ഒരു കഥാപാത്രത്തെയാണ് ഞാൻ ലൂസിഫറിൽ അവതരിപ്പിച്ചിരുന്നത്. ആ കഥാപാത്രത്തിന്റെ തുടർച്ച തന്നെയാണ് എമ്പുരാനിലും. സുമേഷ് IUFന്റെ ഒരു ലോയലായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്. It's been a while since I watched Lucifer, so many characters I've forgotten. I think I should watch it again and just revise. എന്ന കഥാപാത്രത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന, വലങ്കയായിട്ട് സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രം. അത് ലൂസിഫറിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് വരുന്ന കമന്റ്സിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആൾക്കാർ കാണുന്ന സമയത്ത് പറയുന്ന കാര്യമാണ്. അത് വീണ്ടും ആ കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞതും ലൂസിഫറിന്റെ 2ാം ഭാഗം സംഭവിച്ചതും എല്ലാം എന്നെ കൂടെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പൃഥ്വിരാജിനെ പോലൊരു ഡയറക്ടർ, വളരെ വലിയ വിഷനുള്ള ഒരു ഡയറക്ടർ എന്നെ ആ ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്തത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ട്രിവാൻഡ്രം സ്ലാങ് ആണ് ഞാനതിൽ കൈകാര്യം ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാം. വീണ്ടും സുമേഷിനെ ട്രിവാൻഡ്രം സ്ലാങ്ങിലൂടെ അവതരിപ്പിക്കാൻ കഴിയും. എൻ്റെ ഇപ്പോൾ കുറച്ച് കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ് സുമേഷ്. കാരണം എനിക്കത് വളരെ മൈലേജ് തന്നിട്ടുള്ളതാണ്. ഈ വർക്ക് ചെയ്യുന്ന മേഖലയിൽ എനിക്ക് മൈലേജ് തന്നിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഞാനും വെയിറ്റ് ചെയ്യണം എമ്പുരാന് വേണ്ടി. March 27 തിയേറ്ററിൽ കാണാം. This music this BGM in all this thing character intros, I think it's the same BGM. I really like the way it ends actually, so it's quite nice. Okay, all right, character 33. Hi, my name is Behzad Khan. I'm an actor और मैं पिछले 14-15 सालों से प्रोफेशनल एक्टिंग कर रहा हूँ and I'm doing good roles. इस फिल्म में मैं जो रोल कर रहा हूँ वो एक टेररिस्ट लीडर का है and his name is Salabat Hamza. He's a very dark character, you know. As an actor, आपकी आवाज, आपका चेहरा, आपकी बॉडी लैंग्वेज आपके असेट्स होते हैं और मैंने सालों साल काम किया है, you know. सो क्या होता है कि जब आप कैरेक्टर कोई ब्रीफ आपको मिलता है, भले ही वो छोटा कैरेक्टर हो, उसका स्क्रीन प्रेजेंस कम हो या ज्यादा हो, तो आप एज एन एक्टर क्या प्रिपरेशन करते हैं वो मैटर करता है, वो स्क्रीन पे दिखता है. यू नो, व्हेन आई वाज ब्रीफ्ड अबाउट द कैरेक्टर, आई रोट अ स्मॉल बैक स्टोरी ऑफ द कैरेक्टर. आई वर्कड ऑन इट कि इसकी आवाज कैसी होगी, इसकी आवाज में इम्पैक्ट कैसे लाया जा सके. एंड ऊपर वाले के कर्म से आई हैव प्रीटी डिसेंट वॉइस एंड व्हेन यू वर्क ऑन योर वॉइस एंड यू वर्क ऑन योर क्राफ्ट, वो चीजें निकल करके आती हैं. आई यूज a heavy bass for this character, so I think that really works for it. After working in the project and being directed by him, I mean, if I'll say he's currently one of the best creative mind. You know, he's an actor, he's a producer, he's a director, and he's an actor's director. You know, he makes you comfortable. मेरा फर्स्ट डे था शूट के ऊपर. मैंने इसके पहले कभी साउथ की किसी फिल्म में काम किया नहीं था, तो मैं थोड़ा स्केप्टिकल था, थोड़ा सा नर्वस था, बट ही मेड मी कंफर्टेबल एंड ही गाइडेड मी थ्रू द कैरेक्टर. क्योंकि जो कैरेक्टर उनके दिमाग में है, जो डायरेक्टर के दिमाग में है, वो एक्टर को स्क्रीन पे पोर्ट्रे करना आसान हो जाता है जब उसको गाइड किया जाए प्रॉपर्ली. एंड ही इज रियली गुड इन दैट, सो आई रियली एंजॉयड वर्किंग विद हिम. प्लीज वॉच एम्पुरान March 27, 2025 and you are going to love it. Yes, I will. And it's great because once you watch these, you will go with that kind of as an audience, you will go with that prep in your mind that okay, I know these characters, I have so much context, and okay, these are the actors who have, like, you've already credited the actors so much by putting out these videos. So I really, really appreciate Prithviraj for this. Okay, so we have the next character. Hello everyone, എല്ലാവർക്കും നമസ്കാരം.
ഞാൻ ജിജു ജോൺ. In the world of Lucifer, I play the character Sanjeev. സ്റ്റീഫൻ നെടുപ്പള്ളി 45 crores കൊടുത്ത് വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റിയ NDTV ചാനലിന്റെ ഹെഡാണ് സഞ്ജീവ് എന്ന ക്യാരക്ടർ. അദ്ദേഹത്തിന്റെ ഓൺ സ്ക്രീൻ വൈഫായിട്ടും അതേപോലെ എന്റെ NBTയുടെ എഡിറ്ററായിട്ടുമുള്ള ക്യാരക്ടർ ചെയ്യുന്നത് നായകൻ. ലോകമെമ്പാടുമുള്ള മലയാളികൾ വളരെ ആവേശത്തോടെയും വളരെ ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ്. couple of non-Malayalis also are waiting for this project. Share the same level of excitement. എന്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ സഞ്ജീവ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ലൂസിഫറിൽ നിന്നും എംബ്രാനിലേക്ക് എത്തുമ്പോഴത്തേന് സ്ക്രീൻ സ്പേസ് വളരെ ലിമിറ്റഡ് ആണ്, വളരെ ചെറുതാണ്. കാരണം ആ ക്യാരക്ടറിന്റെ കഥാഗതിയിൽ, എംബ്രാന്റെ കഥാഗതിയിൽ ആ ക്യാരക്ടറിന് അത്ര ഒരു റെലവൻസേ ഉള്ളൂ. എന്നിരുന്നാലും ഈ ലൂസിഫർ സീരീസിന്റെ ഒരു ഭാഗമായി തുടരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഐ ഫീൽ റിയലി ബ്ലെസ്ഡ്. എംബ്രാൻ എന്ന സിനിമയില് മോർ ദാൻ ആസ് എൻ ആക്ടർ, ഒരു അഭിനേതാവ് എന്നതിലുപരി ഇതിന്റെ പ്രൊഡക്ഷന്റെ ഒരു വളരെ പ്രധാന ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു. ഇതിന്റെ ഈ ഇമ്രാൻ സിനിമയുടെ അമേരിക്കൻ സ്കെഡ്യൂൾ, അത് അതിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം ആസ് എ ലൈൻ പ്രൊഡ്യൂസർ എനിക്ക് കിട്ടി. And that was such a rewarding and fulfilling experience for me. ഒന്നാമത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ തന്നെ ടോപ്പ് ഓഫ് ദ ലൈൻ ടാലന്റ്, അതിപ്പം ആക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ മോഹൻലാൽ, ലാലേട്ടൻ തുടങ്ങിയുള്ള ആക്ടേഴ്സ്, ടെക്നീഷ്യൻസിന്റെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ നാഷണൽ അവാർഡ് വിന്നിംഗ് ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പ്. അതിന്റെ ഹെവൻ, എന്റെ തലപ്പത്ത് യു ഹാവ് പൃഥ്വിരാജ് കുമാരൻ. അപ്പം ഇത്രയും ഒരു എസ്റ്റീംഡ് ഗ്രൂപ്പുമായിട്ട് ടെക്നിക്കലി കൊളാബറേറ്റ് ചെയ്യാൻ ഒരു അവസരം എനിക്ക് കിട്ടിയത്, ദാറ്റ് വാസ് എ ഹ്യൂജ് ഡീൽ ഫോർ മീ. ഒത്തിരി എനിക്കത് പഠിക്കാൻ സാധിച്ചു. പിന്നെ അതേപോലെ പൃഥ്വിരാജ് കുമാരനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ഇന്ത്യൻ ഇൻഡസ്ട്രി തന്നെ ഇറ്റ്സ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട് അറ്റ് ദിസ് പോയിന്റ് ദാറ്റ് ഹി ഈസ് സച്ച് എ ബ്രില്യന്റ് ഡയറക്ടർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ്സ് ലൂസിഫർ എന്ന സിനിമയിൽ ഒരു അഭിനേതാവ് എന്ന നിലയിൽ അത് അടുത്ത് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിച്ചു. എംബ്രാനിലേക്ക് വന്നപ്പോഴത്തേന് ആ ഒരു പ്രോസസ് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് കാണാൻ മാത്രമല്ല, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിൽ കൊളാബറേറ്റ് ചെയ്യാനും ഒരു അവസരം കിട്ടി. Like he was so that was a huge, not only just there as an actor but as a line producer also. എംബ്രാൻ എന്ന സിനിമയിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള, പേഴ്സണലി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. മാർച്ച് 27 തിയേറ്ററിലേക്ക് എംബ്രാൻ എത്തുകയാണ്. ലൂസിഫർ എന്ന സിനിമ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഭാഷാഭേദമന്യേ എല്ലാ പ്രേക്ഷകരും എംബ്രാൻ എന്ന സിനിമയും ഇഷ്ടപ്പെടും, ഏറ്റെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. I sincerely hope all of you get to celebrate Embraan just the way you celebrated Lucifer. അപ്പം ആ ഒരു പ്രതീക്ഷയിൽ നിർത്തുന്നു. നമസ്കാരം. But it will be very interesting to see if I get to watch the Hindi dub only. Say if I don't get the desired show timings for the Malayalam version, the original version basically, then it'll be very interesting to see how the dubbing also has been done. So that will be another aspect added to the viewing experience basically for me. We'll see. Okay, we'll move on to the next character. ഹായ്, ഞാൻ ഐല ഉഷ, ലൂസിഫറിലെ അരുന്ധതി. എനിക്ക് എൻ്റെ വളരെ ചെറിയ ഒരു കരിയറാണ് സിനിമയിൽ. ആ കരിയറിൽ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അരുന്ധതി. കാരണം ലൂസിഫർ എന്ന സിനിമ അത്ര വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ സിനിമയാണ്. ഒരുപക്ഷെ ലോകത്ത് എല്ലാവരും, മലയാളികൾ മാത്രമല്ല, ഒരുപാട് പേര് കണ്ടിട്ടുള്ള സിനിമയാണ്. സോ കേരളം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ലൂസിഫറിലെ ഈ അരുന്ധതി എന്ന കഥാപാത്രത്തിലൂടെയാണ്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് ലാലേട്ടനുമായിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അങ്ങനെ കുറെ റീസൺസ് കൊണ്ട് ലൂസിഫർ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിരുന്നു. Now talking about the character of the movie Lucifer, അരുന്ധതി വളരെ ബോൾഡ് ആയിട്ടുള്ള, ഇന്റലിജന്റ് ആയിട്ടുള്ള, ഇന്നത്തെ പൊളിറ്റിക്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കഥയാണല്ലോ ലൂസിഫർ. അപ്പം ആ പൊളിറ്റിക്കൽ പാർട്ടിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ടി, അതേ പാർട്ടിയിലുള്ള ആ ഒരു ചാനൽ ഹെഡ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം അത്ര തന്നെ സ്പേസ് ഉണ്ടായിരുന്നു ആ ഒരു കഥാപാത്രത്തിന് ലൂസിഫറിലും.
ഇന്നിപ്പോ 5 വർഷം കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ ഡെഫിനറ്റ്ലി NPTVക്കും അരുന്ധതിക്കും ആ കഥാപാത്രത്തിനും ഒക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടാകണം. അപ്പൊ അതൊക്കെയാണ് എംപുരാനിൽ ഒരു പക്ഷേ നിങ്ങളും കാണാൻ പോകുന്നത്. ഐ എം ഓൾസോ വെരി വെരി എക്സൈറ്റഡ് ഫോർ ദി എൻറ്റയർ ഫിലിം. കാരണം ഞാൻ 2024 വർഷത്തിൽ ഞാൻ ആകെ ചെയ്ത ഫിലിം എംപുരാനാണ്. സോ ഇറ്റ് വാസ് സോ മച്ച് ഓഫ് ഫൺ ഗോയിങ് ബാക്ക് ടു ദറ്റ് സെറ്റ് ആൻഡ് ഇറ്റ് വാസ് അബൌട്ട് റീലിവിംഗ് ഓൾ ദറ്റ് മെമ്മറീസ് ദറ്റ് ഐ ഹാഡ് ഡ്യൂറിംഗ് ദ ലൂസിഫർ ഷൂട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ലാലേട്ടന്റെ കൂടെയുള്ള എന്റെ ഫസ്റ്റ് വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ലൂസിഫർ. അപ്പൊ അതിനകത്ത് സ്റ്റീഫൻ ഷർട്ടിൽ ചോര അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ മീംസും കാര്യങ്ങളൊക്കെ വന്നേ പിന്നെ ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ആ ഒരു ഡയലോഗ് അതിന്റെ ഭാഗമാകാൻ എനിക്കും സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫറിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ബോണസ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു അഭിനയിക്കുമ്പോൾ ഒക്കെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് കാണാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് പോലും എനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. സിനിമയുടെ ആ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ, ലൂസിഫർ കണ്ടിഷ്ടപ്പെട്ട ഒരു ആരാധിക എന്നുള്ള രീതിയിലും, ഒപ്പം അരുന്ധതിയും NPTVയും ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളും ഒക്കെ എംപുരാനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് ഞാനും കാത്തിരിക്കുകയാണ് നിങ്ങളെ പോലെ. The countdown has begun. Empuran is coming to the theatres on the 27th of March 2025. See you there. Character 30. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മണിക്കുട്ടൻ. എന്തടാ ലൂസിഫറിൽ ഡബ് ചെയ്തവരൊക്കെ ഒന്ന് പ്രൊമോഷൻ ഇരിക്കുന്നു എംപുരാന് വേണ്ടി എന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചത്. എന്നാൽ ലൂസിഫറിൽ എന്റെ ശരീരം വോയിസ് ആയിരുന്നെങ്കിൽ എംപുരാനിൽ എന്റെ ശരീരം, എന്റെ പ്രസൻസ്, ഒരു ശക്തമായ കഥാപാത്രം എംപുരാനിൽ ഞാനും ചെയ്യുന്നുണ്ട്. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ഡബ് ചെയ്യാൻ വേണ്ടി രാജു, ഇതിന്റെ ഡയറക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് ഡബ് ചെയ്തു. ഡബ് ചെയ്ത സമയത്തിന് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. കാരണം ട്രിവാൻഡ്രം സ്ലാങ് എനിക്ക് നന്നായി വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അദ്ദേഹം അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു, അടുത്ത ഇതിന്റെ ഒരു 2ാം ഭാഗം ഉണ്ടെങ്കിൽ അതിൽ മണിക്കുട്ടൻ ഒരു ക്യാരക്ടർ ചെയ്യും എന്ന്. ആ വാഗ്ദാനം അദ്ദേഹം പാലിച്ചതാണ് എംപുരാനിൽ ഇതുപോലൊരു മനോഹരമായ കഥാപാത്രം എനിക്ക് കിട്ടിയത്. ഇതിൽ എന്റെ കഥാപാത്രത്തിന്റെ പേര് മണിക്കുട്ടൻ എന്ന് തന്നെയാണ്. എല്ലാവരും സിനിമയൊന്നും ചോദിച്ചിട്ടുണ്ട് മണിക്കുട്ടൻ എന്നുള്ള പേരും മാറ്റി. അതിന്റെ കഥകളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഒരു കഥാപാത്രം മണിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഇതിൽ ഞാൻ ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം എനിക്ക് ആ കഥാപാത്രത്തെ നറേറ്റ് ചെയ്ത് തന്നത്. പല സീനുകളെ പറ്റി പറയാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഓപ്പൺ അപ്പ് ആവാൻ സാധിക്കാത്തത്. കാരണം ഞാൻ തന്നെ ലൊക്കേഷൻ ഹെലികോപ്റ്ററൊക്കെ പറന്ന ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ ആ ഒരു സർപ്രൈസ് ഞാൻ കളയുന്നില്ല. തീർച്ചയായിട്ടും I said this in the teaser reaction of Lucifer only. I was like, this is enough. Don't reveal anything else. Like, we have enough data and context. It's fine. Just keep everything for us to walk into the theaters and watch. Like, don't spoil anything. The teaser is good enough. I think these character introductions and the the interviews that Prithviraj has given, I'm guessing more to come. But I think these are enough. Maybe we'll get one final trailer, but even if we don't get, I don't mind. പോലെ എല്ലാ പ്രേക്ഷകരും അന്തം വിടും എന്നുള്ളതാണ് എന്റെയും പ്രതീക്ഷ. മാർച്ച് 27 എംപുരാൻ തിയേറ്ററുകളിൽ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ ഉണ്ടാവും. നിങ്ങൾ വന്നേക്കണേ. നമസ്കാരം, ഞാൻ ശിവജി ഗുരുവായൂർ. ലൂസിഫർ എന്ന സിനിമയിൽ മേടയിൽ രാജൻ എന്ന കഥാപാത്രത്തെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, ആ കഥാപാത്രം എന്തായിരിക്കണം എന്നുള്ളത് പൃഥ്വിരാജ് എന്ന സംവിധായകന് വളരെ നിശ്ചിതമായിരുന്നു. അതിനുശേഷം എമ്പുരാൻ എന്ന സിനിമയിലും മേടയിൽ രാജന്റെ തുടർച്ച കയ്യിൽ കിട്ടിയപ്പോൾ വളരെയേറെ സന്തോഷിച്ചു. ഞാൻ വെറുതെ നിന്നു കൊടുക്കുകയും അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ആ കഥാപാത്രത്തിന്റെ വീണ്ടും വിജയം. ലൂസിഫറിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ ഒരു കഥാപാത്രമാണ് മേടയിൽ രാജൻ. എമ്പുരാനിലെത്തുമ്പോൾ വീണ്ടും ആ മേടയിൽ രാജൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള ഒരു വിശ്വാസവും നിങ്ങളെ പോലെ എമ്പുരാൻ എന്ന വലിയ സിനിമ തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണാം മാർച്ച് 27. Very nice. Very, very nice. It'll be interesting to see the journeys of all of these characters. Like if it's not a trilogy,
then I would be very much eager to watch how all the character arcs are actually getting concluded in this movie. But if it's a trilogy, I would be definitely looking forward to the cliffhanger. So we'll have to. I am forgetting actually, because I remember vaguely knowing that it's a trilogy, but I could be wrong. I'm not. Yeah, I'm wrong. A lot of times. ഹായ് നമസ്കാരം, ഞാൻ മുരിയൻ മാർട്ടിൻ. ലൂസിഫറിൽ മുത്തു എന്ന കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിച്ചത്. ലാൽ സാറിന്റെ കൂടെയുള്ള വളരെ നല്ല ഒത്തിരി മാസമായിട്ടുള്ള സീനുകളിലൊക്കെ ഭാഗമാകാൻ പറ്റി. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്റെ കരിയറിൽ വളരെ പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്ന് ലൂസിഫർ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം എമ്പുരാൻ റെഡിയായി നിങ്ങളിലേക്ക് എത്തുകയാണ്. നെടുമ്പള്ളി എന്ന മലയോര ഗ്രാമത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള കഥാപാത്രത്തെയാണ് ഞാൻ ലൂസിഫറിൽ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ എമ്പുരാനിലൂടെ വീണ്ടും ഞാൻ മുത്തുവായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ലൂസിഫർ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു അതിനകത്ത് എന്റെ പ്രധാന യാത്ര മാത്രമാണെന്ന്. അപ്പൊ പടം കഴിഞ്ഞിട്ട് ഡയറക്ടർ സാറിനോട് താങ്ക് യു പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഡയറക്ടർ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, മുരുകൻ, നിങ്ങൾ ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളം മൊത്തം തരംഗമാവുമല്ലോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എനിക്ക് ഇതൊക്കെ കുറെ കണ്ടതാണെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ പുള്ളി പറഞ്ഞത് വളരെ സത്യമായിരുന്നു. അത് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത് കൂടുതൽ ജനങ്ങളിലേക്ക് എന്നെ എത്തിച്ചു. അപ്പോൾ ഞാൻ ഈ സിനിമയിലും വളരെ ഒരു പ്രതീക്ഷയിലാണ്. അപ്പോൾ മാർച്ച് 27-നാണ് എമ്പുരാൻ റിലീസ്. നമുക്ക് തിയേറ്ററിൽ കാണാം. താങ്ക് യു. Namaskar. Hi everybody. My name is Michael Novikov. In this amazing movie, I play the Russian gangster Sergei Leonov. Actually, I was filmed in the first part of Lucifer in 2019 in Russia. It was only one day of shooting. I don't recall. Was he but there in the film? After almost 5 years, this turned out to be an interesting role. Yeah, I was invited to India. I'm gonna watch. That's why I'm saying just maybe 1 or 2 days before the release of Empuran, I'm gonna watch Lucifer, because then it'll be like fresh. And I, of course, vaguely remember the story, but like scene by scene now, I don't remember. But I have reviewed this film on the channel. It was an amazing experience. It was my first time to India and I fell in love with the country. Completely different culture, customs and traditions. I would like to express my deepest gratitude to the entire film crew. They're all great professionals and it was a big pleasure and big honor to work with such great team on such a unique project. This looks so... I'm sure this film will be very successful. I am also hoping this. Empuran coming theaters on March 27th. It's really crazy. Don't miss it. Because if the story works and it's executed well, like Prithvi Raj would have pulled off something really incredible. Like really, really incredible. I am rooting for this guy. I am literally rooting for this movie to like work. Alex O'Neill, 26. Hello and namaskaram. My name is Alex O'Neill. In Lucifer 2 Empuran, I play the role of Robert McCarthy, who you may recall from part 1 as the first face that you see on screen. And but he's worked in Indian Hindi film also. Like his face is familiar. From whom you first hear the name Qureshi Abram. I am super excited and grateful to be a part of Lucifer 2 Empuran, and ecstatic that this installment features a bit more of this fascinating character, including some unexpected twists and turns, and I am incredibly excited for all of you to see the scale and magnificence of this film. It is truly breathtaking. From Delhi to Ladakh to Dubai, with Land Rovers, luxury yachts, and even Apache attack helicopters, this film is epic.
That's And it what is not Prithvi Raj was saying, na? Like, I did not want any CG. So the helicopters that you're seeing, like so many helicopters, they are all real. So that's the scale he went to. And that's why I'm rooting for him. And like, if it works in the box office, I'm telling you, he would have pulled off something incredible. to be missed. So, mark your calendars. Marked. Lucifer 2 and Already Puran marked. in a theater near you, 27th March 2025. I'll see you there. Hi, I'm Shubhangi Latkar. I played Bahija Begum in Impuran. Bahija's story is it has very emotional depth. Playing her character really allowed me to touch a very raw and honest part of myself. ये फिल्म इसलिए भी स्पेशल है कि मैं हमेशा से ही साउथ इंडियन फिल्म इंडस्ट्री की फैन रही हूँ और दिस प्रोजेक्ट केम टू मी एज अ ड्रीम कम ट्रू. मुझे हमेशा ही साउथ इंडियन फिल्म अट्रैक्ट करती रही है क्योंकि द आर्टिस्टिक एक्सेलेंस एंड डीप रूटेड कहने की इनकी जो चाहत है, इन्होंने मुझे हमेशा अट्रैक्ट किया है. और ये मेरी डेब्यू मलयालम फिल्म है. सो आई एम रियली ग्रेटफुल फॉर द गॉड एंड द होल टीम दैट they allow me to portray Bahija Begum. Very nice. Mark your calendar for 27th March. Impuran is all set to release in theatres and I really can't wait for the huge grandeur and Impuran to see in the theatres, and please come in the theatre and we'll meet there. Thank you. She's so adorable. नमस्ते, मैं नयन भट्ट. Oh, she's an एमपुरान में she's a phenomenal actor. Like, I've watched her in serials, but she's phenomenal. की माँ का कैरेक्टर कर रही हूँ. बहुत ही स्ट्रॉन्ग लेडी है. उसने जिंदगी की बहुत कैरेक्टर कर रही हूँ. अच्छा, okay, बहुत ही स्ट्रॉन्ग लेडी है. Interesting. उसने जिंदगी की बहुत मुश्किलें सही हैं. तो जो भी मुश्किलें आती हैं उसे वो झेलती जा रही है, जो कि उसके चेहरे पे भी दिख रही है. इसके मेकअप में मुझे 3 घंटे लगते थे. Yeah, I saw the thumbnail. मैं 55 साल से इस फील्ड में हूँ. बहुत सारे डायरेक्टरों के साथ मैंने काम किया है, लेकिन पृथ्वीराज जी के साथ काम करना एक यूनिक एक्सपीरियंस था. ही इज टू गुड आर्टिस्ट और उससे भी अच्छे डायरेक्टर हैं. उम्मीद करती हूँ आप सब लोग थिएटर में आएंगे और जो हमने अनुभव किया, हमने महसूस किया, वो आप भी महसूस करेंगे. थैंक यू. Nice. Okay. Hi, I am Aishwarya Oja. I play one of the family member of Masood in Impuran. Okay. And my character's name is Hania. Even though the character's journey is brief in the film, but I couldn't be more happy and thrilled to be a part of it. This is actually my first Malayalam film, first South Indian film, and we all know that they have so well written scripts, and honestly the hard work that they put in making the film was just amazing. I mean, I was blown away by the attention to detailing that they had put for even the smallest scene to the biggest sequence in the film. I mean, it was impeccable. I got a chance to work with one of the finest actors in the Indian cinema. I mean, even the Hindi actors, my sequences, my co-actors, they were so good. I mean, I got to learn so much from everybody, and this has been one of my finest experience. Mark your calendars, 27th March. Impuran is coming into theatres near you, and we can't wait to share this journey with you. Oh, cutie! Hi, my name is Ozim. I played Zai's brother in Impuran.
Have lots of fun on set. Cutie. Prithviraj sir always used to call me Chotu. Kartikeya bhaiya always gives me lots of cake. Oh my god, he's adorable. The crew always gives me lots of chocolates. Oh my god, it's too cute. But I think they also like chocolates. No more chocolates. See you on March 27. Oh, in the theater. I'm gonna be Don't looking be forward late. Bye. to see his character. So cute. So freaking cute. Oh my god, that was adorable. That was way too adorable. Satyajit Sharma is Masood. So he is Masood. He's another phenomenal actor, man. Very, very good actor. Hi, my name is Satyajit Sharma. I play Masood in Empuran. Masood is Zaid's father. One thing that really excited me about the part was that this character is in a heightened state of anxiety, but cannot reveal that anxiety for the sake of his family and for the people around him. Demanded a lot of physicality on my part, playing this character. So that was another exciting thing. So on the whole, I enjoyed myself. I'm sure you will too. So do catch Empuran on March 27th. It is going to be one roller coaster of emotions. So many actors he got together, man. I'm really wondering at what scale this story is going to be presented to us. It's crazy. Okay, Prithviraj, unbelievable. Janvi, that's the character 20. ഹായ്, ഞാൻ സാനിയ അയ്യപ്പൻ, ലൂസിഫറില് ജാൻവി. മഞ്ജേച്ചി ചെയ്ത പ്രിയദർശിനി രാംദാസ് എന്ന ക്യാരക്ടറിന്റെ മകളായിട്ടാണ് ലൂസിഫറിൽ ചെയ്തത്. 5 വർഷത്തിന് ശേഷം എമ്പുരാൻ വരുമ്പോൾ വീണ്ടും ജാൻവി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ലൂസിഫറിൽ ടീനേജ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ചെയ്തത്. ഇപ്പോൾ കുറച്ചും കൂടെ മെച്ചേർഡായി കാര്യങ്ങൾ സീരിയസ് ആയി കാണുന്ന ഒരു ക്യാരക്ടറായി ജാൻവി മാറിയിട്ടുണ്ട്. ആദ്യ സിനിമ കഴിഞ്ഞ് നേരെ കിട്ടുന്ന രണ്ടാമത്തെ സിനിമ ഇതുപോലൊരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടിലേക്കും ഒരു ഭാഗമാവാൻ കഴിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷയല്ല. ലൂസിഫറിലെ സെയിം കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ തന്നെയാണ് ഈ എമ്പുരാനിലും വർക്ക് ചെയ്യാൻ പറ്റിയത്. പക്ഷേ എമ്പുരാൻ എനിക്ക് വളരെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ വർക്കിംഗ് വിത്ത് രാജുവേട്ടൻ. എമ്പുരാൻ ഹിറ്റ്സ് ദി തിയേറ്റേഴ്സ് ഓൺ March 27, 2025. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ എമ്പുരാൻ എക്സ്പീരിയൻസ് ചെയ്യുക. നമസ്കാരം, ഞാൻ നന്ദു. ഒരു 5-6 വർഷത്തിന് മുമ്പ് പൃഥ്വിരാജ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോണു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം രാജുവിന് സിനിമയിൽ വരുന്നതിന് മുമ്പ് തൊട്ടേ രാജുവിൻ്റെ ഒരു ആഗ്രഹം ഒരു ഡയറക്ടർ ആവണമെന്നായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു വലിയ നടനായി മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ ഒരു സിനിമ വരുമ്പോൾ അതിനകത്തൊരു വേഷം ചെയ്യണമെന്നൊരു ആഗ്രഹം. ഞാൻ രാജുവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അതിനകത്ത് ചെറിയൊരു വേഷം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജു പറഞ്ഞു, ചേട്ടന് പറ്റിയ വേഷമൊന്നും ഇല്ല ഏട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ ലെങ്തി വേഷമൊന്നും അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് നടന്നു പോകാൻ പറ്റുന്ന വെറുതെ നടന്നു പോയാലും ഞാൻ ഹാപ്പിയാണ്. കാര്യം രാജുവിൻ്റെ ആദ്യത്തെ വെഞ്ചറിൽ ഞാൻ ഭാഗമായി എന്ന് എനിക്ക് പറയാമല്ലോ, ആ ഒരു സന്തോഷം. അപ്പോൾ രാജു പറഞ്ഞു, ശരി നോക്കട്ടെ ഏട്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾ ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു വേഷമുണ്ട്, 2-3 സീനേ കാണുള്ളൂ, 4-5 ദിവസം വർക്കേ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മിനിസ്റ്റർ പീതാംബരൻ്റെ കോസ്റ്റ്യൂമിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ആ സിനിമ ചെയ്ത് റിലീസായപ്പോഴാണ് പീതാംബരൻ എന്ന് പറഞ്ഞ കഥാപാത്രം തീർച്ചയായിട്ടും അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണെന്നും അത് സിനിമയിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതും മനസ്സിലാക്കുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ അപ്പോഴാണ്. ഇപ്പോൾ ആ സിനിമയുടെ 2ാം ഭാഗം വരികയാണ്. ലൂസിഫറിനെക്കാട്ടിലും കുറച്ചുകൂടെ കുറച്ചുകൂടെ വലിയ സ്കെയിലിൽ വരുന്ന ഒരു സിനിമയാണ്. IUF എന്ന് പറഞ്ഞ പാർട്ടിയുടെ പാർട്ടിയോട് ഏറ്റവും കൂറും സ്നേഹവും പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് മിനിസ്റ്റർ പീതാംബരൻ. വീണ്ടും പീതാംബരന്റെ വേഷമണിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ സിനിമ കാണാൻ നിങ്ങളെല്ലാവരും എത്രമാത്രം എക്സൈറ്റഡ് ആയിരിക്കണോ അതുപോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. March 27
എമ്പുരാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അതിന്റെ ഒപ്പം മിനിസ്റ്റർ പീതാംബരനും നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും ഈ പടം ഒരു വൻ വിജയമാകും എന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. I wish Empuran a great success. Thank you. What do you guys think? I want to know from you guys. I want to know from you guys if you can take the wildest guess of what the storyline could be. What is it? What is it? Any guesses? Any guesses on the storyline? Please let me know. Okay, Murugan. നമസ്കാരം, ഞാൻ ബൈജു സന്തോഷ്. Why is he not sitting? ലൂസിഫർ എന്ന ചിത്രവും അതിലെ കഥാപാത്രങ്ങളെയും പ്രത്യേകിച്ച് സീഫച്ചാനെയും മുരുകനെയൊന്നും ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. വളരെ ഇഷ്ടത്തോടുകൂടി ഞാൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു മുരുകൻ. നീണ്ട 5 വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും എമ്പുരാനിലൂടെ ഒന്നിക്കുകയാണ്. ഈ അവസരത്തിൽ ശ്രീ മോഹൻലാൽ, ആന്റണി പെരുമ്പാവൂർ, പൃഥ്വിരാജ്, മുരളി ഗോപി, സുജിത്ത് വാസുദേവ്, അസോസിയേറ്റ് വാവ തുടങ്ങിയ എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയായി എമ്പുരാൻ എത്തുമ്പോൾ അതിൽ മുരുകൻ എന്ന കഥാപാത്രമായി ഒരു മര്യാദയോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. മാർച്ച് 27-ാം തീയതി കേരളത്തിലെ ഏതാണ്ട് 700ഓളം തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തുകയാണ്. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണണം. കണ്ടേ പറ്റൂ. കണ്ടാ നിങ്ങൾക്ക് കൊള്ളാം, പിന്നെ ഞങ്ങൾക്ക് കൊള്ളാം. I don't think is any other film clashing with this. I don't think so, right? I mean nobody would want that to happen. Let me know. All right, character 17. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സായ്കുമാർ. ലൂസിഫർ എന്ന സിനിമയിൽ മകേഷ വർമ്മയ്ക്ക് നിങ്ങൾ തന്ന ആ സ്വീകാര്യത രണ്ടാമത്തെ ഭാഗമായ എമ്പുരാനിലും നൽകും എന്നുള്ള പ്രതീക്ഷ നിലനിൽക്കെ തന്നെ. സ്റ്റീഫൻ നെടുമ്പള്ളിയെ കണ്ടിട്ട് 5 വർഷമായി. I really have to watch the film. ഇനിയുള്ള മുമ്പോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന്. But this is a good revision. I feel this is a good revision because now when I watch the film, the first one again, I'll be like, oh yes, I watched the character introduction, so now I know. But it's good. So it's like twice, revising it twice, all the characters. പോലെ തന്നെ ജിജ്ഞാസയോടെ ഞാനും നോക്കിയിരിക്കുകയാണ്. ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യം അതിൻ്റെ എക്സിക്യൂട്ടീവ് സിധു പണിക്കൽ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയും നമുക്ക് അടുത്ത സിനിമയിൽ കാണാം എന്നുള്ളൊരു വാഗ്ദാനത്തോടെ ഫോൺ വയ്ക്കുകയും ചെയ്തു. പക്ഷെ അതേ നമ്പറിൽ നിന്ന് വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട രാജു, അത് സുവേട്ടൻ്റെ മോനെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക വാത്സല്യമുണ്ട്. അച്ഛനുമായിട്ട് സുവേട്ടനുമായിട്ടൊക്കെ വളരെയേറെ അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ വന്നപ്പോൾ ഞാൻ എടുത്തിട്ട് എൻ്റെ ചോദിച്ചു, എന്താണ് ചേട്ടാ കാരണം? ഞാൻ പറഞ്ഞു, എൻ്റെ കാലിന് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്, നടക്കാൻ കുറച്ച് പ്രയാസമാണ് എന്ന് പറഞ്ഞു. ഒന്നുമില്ല, ആ നടക്കാൻ വയ്യാത്ത രീതിയാണെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ വർമ്മ സാർ അങ്ങനെയാണ്. ഇനി അതല്ല, വീൽ ചെയറിലാണെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ വർമ്മ സാർ എന്ന് പറഞ്ഞിട്ടാണ് ലൂസിഫറിലേക്ക് എന്നെ വിളിച്ചത്. എമ്പുരാൻ്റെ 2ാം വരവിന് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ വരുന്ന മാർച്ച് 27-ാം തീയതിയാണ് റിലീസ്. തിയേറ്ററിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും, അതല്ല ഞങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ സഹകരണം ലൂസിഫറിൽ എന്ന പോലെ എമ്പുരാനിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ. നമസ്കാരം. So we also have Sachin Khedkar. I mean, maybe in the past sequences we'll see him because obviously we know his characters. Hi everyone, I'm Sachin Khedkar and I played PK Ramdas or PKR in Lucifer. You might remember me as PKR, respected leader from Nedumpalli who stood for justice. Less screen time, but one of the most memorable parts I have played. I received a lot of love for the character. Every time I'm traveling or having a meal by myself, Malayalis come up to me and say, PKR? It's quite endearing. The second installment, and I'm really excited about this one. My screen time is even lesser this time, but the presence is felt throughout. And I got another opportunity to work with Lal sir in a lovely scene
which sets the tone of next crucial events to follow in the film. It's a joy being back and working with my dear friend Prithvi. You can feel the growth in the scale of this movie, and I'm super excited to be part of a film which is trying to set a new course in Malayalam cinema. So mark your calendars, March 27th, So he 2025. also has Don't miss it. probably Stephen's like a coming. flashback scene, right? Makes sense. So we have Fahad's father, Fazil sir. ലൂസിഫർ എന്ന പടത്തിന് ശേഷം എമ്പുരാൻ എടുക്കുന്നു, അതിൽ എനിക്കൊരു റോളുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാര്യം ലൂസിഫറിൽ തന്നെ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായ പ്രതിഭയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഞാനും ഒരു സംവിധായകനാണല്ലോ. അപ്പൊ പൃഥ്വിരാജ് എന്താവശ്യപ്പെടുന്നു അത് നേടിയിരിക്കും. കാര്യം 40ഓളം ആർട്ടിസ്റ്റുള്ള പടമാണേ. അപ്പം ഈ പർട്ടിക്കുലർ റോള് ഞാൻ ചെയ്യണമെന്ന് പൃഥ്വിരാജ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പൃഥ്വിരാജ് ചെയ്ത് അറ്റം വരും. അതുകൊണ്ട് ഞാൻ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ ലൂസിഫറിലെടുത്ത ഫാദർ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന് തന്നെയാണ്. അപ്പം ഞാൻ വന്ന് മേക്കപ്പും കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് കഥാപാത്രത്തിൻ്റെ മൂഡും കഥയുടെ സിറ്റുവേഷനും ഒക്കെ പറഞ്ഞ് രാജു തന്നെ നമ്മളെ ആ കഥാപാത്രമാക്കി കഴിഞ്ഞിരിക്കും. പിന്നെ ഡയലോഗ് പറയുക, ഡയലോഗ്സ് പറയുക, അഭിനയിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് രാജു ചില സട്ടിൽ കാര്യങ്ങൾ പറഞ്ഞു തരും, നമ്മൾ മനസ്സിലാക്കും, അത് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ നെടുമ്പള്ളി, ഫാദർ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന് ഞാൻ അഭിനയിച്ചു. പക്ഷേ അതിനെ ഡബ്ബിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഡബ്ബിങ്ങിന് പോയപ്പം എനിക്ക് വലിയ തൃപ്തി തോന്നുകയും ചെയ്തു. കാര്യം ആ കഥാപാത്രമായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തതിന് രാജുവിനോടൊരു ഒരു താങ്ക്സ് പോലും പറയണമെന്ന് തോന്നി. കാര്യം അത്ര മിടുക്കനായ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അഭിനയത്തെക്കുറിച്ച് വളരെ 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 ഡീപ്പായിട്ട് അറിയാവുന്ന ആളാണ്. ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണ് അയാളുടെ ബിഹേവിയർ, ഇതൊക്കെ ഒരു സൈഡ്. പിന്നെ സിനിമയുടെ ഡയറക്ഷൻ, മേക്കപ്പ്, അപ്പം എല്ലാം പഠിച്ച് സിനിമ പ്രേക്ഷകർക്ക് വേണ്ടി. And you can just feel the pride in his voice because he's himself a director. So, I mean, that's like really the best compliment that you can get. ഉള്ളത് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഡയറക്ടറാണ് പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ സംവിധായക പ്രതിഭയുടെ മൂന്നാമത്തെ സിനിമയാണ് എമ്പുരാൻ. ഒരുപാട് നാളത്തെ വർഷങ്ങളുടെ കഷ്ടപ്പാടും അർപ്പണവും എല്ലാം കൊണ്ട് പൂർത്തീകരിച്ച സിനിമയാണ്. അത് മാർച്ച് 27 റിലീസ് ചെയ്യുകയാണ്. തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്ലീസ്. All right. Character 14. Hi, I'm Nikhat Hegde and I play Subhadra Ben in Empuran. Subhadra Ben is a royal lady who is the owner of this huge haveli, and she looks so graceful. Is regal but still has a lot of humanity in her. She supports and helps out a group of people who are in trouble, and so she has a lot of love, lot of resilience, but there's also betrayal, and through Subhadra Ben I got to explore different layers of emotion, and I also feel honored that I give a very important message in this film Empuran through my character. So it was lovely working on the film, working with Prithvi Raj. I was so honored to be a part of this film, and I'm really looking forward to see this film in the theatres. It's releasing on 27th March 2025. So please mark your calendars. Can't wait. And see all of you all excited just as much as I am to see Empuran.
Thank you. Beautiful. Kabuga. Hello, I'm Eric Ibwane. I'm playing Kabuga in Ampuran, Elsu, directed by Raj Sukumaran with Mohanlal. Coming soon. I'm telling you, it's one of the greatest Malayan film that you will see. You're gonna be speechless. It's a top-notch movie, top-notch production with Anthony, and for me it was an amazing experience because to be part of this crew on those beautiful locations all over the world is an international film, an international production, and I work in all over the world, in overseas, in the States, in Africa, in Europe. But this one was so mind-blowing. I was speechless. The set was amazing, huge. And I'm playing Kabuga, but I'm a bad guy. I'm a bad guy, Stay yes. tuned. Ampuran L2, the sequel, coming soon on March. I was just searching up Eric. So he is essentially a French actor. Okay, cool. Yeah, I just wanted to see like from where he is, like from which industry he is. Interesting. Okay, let's go to the next character. That is Suraj's character. രാജു ഞാനും കൂടെ അഭിനയിച്ച ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, രാജു ലൂസിഫർ ഞാൻ കണ്ടു. ഒരുപാട് പേര് പറയുന്നതാണ് ലൂസിഫർ ഞാൻ കണ്ടു, എനിക്ക് പടം ഇഷ്ടമായി. താങ്ക് യു അണ്ണ. പക്ഷെ ആ പടത്തിൽ ആരും കണ്ടുപിടിക്കാത്ത ഒരു മിസ്റ്റേക്ക്, ഒരു കുറവ് ഞാനത് കണ്ടുപിടിച്ചു, ഞാൻ റിയലൈസ് ചെയ്തു. രാജു അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ രാജു പറഞ്ഞില്ല, അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല. പുള്ളി ഭയങ്കര ക്യൂരിയോസിറ്റി ആയി അറിയാൻ എന്തായിരുന്നു ആ കുറവ്, എന്താണ് മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല, ലൂസിഫർ എന്ന പടത്തിൽ ഞാനില്ല എന്നുള്ളത് ഒരു വലിയ കുറവായിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. പുള്ളി പെട്ടെന്ന് പൊട്ടിച്ചിട്ട് പറഞ്ഞു, അതായിരുന്നു അല്ലേ, ശരിയാണ്, ഇപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്തത്. സാരമില്ല. ഞാൻ പറഞ്ഞു ഇതിന്റെ സെക്കൻഡ് പാർട്ടുണ്ടല്ലോ എമ്പുരാൻ, അപ്പോൾ എമ്പുരാനിൽ ആ കുറവ് ഉറപ്പായിട്ടും രാജു നടത്തിയിരിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ആ കുറവ് എന്റെ പ്രശ്നമല്ല, അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും വിഷയമുണ്ട്, എല്ലാം ഞാൻ ഏറ്റു എന്നാണെന്ന് പറഞ്ഞു. കുറെ നാളിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു, മറ്റേ ആ കുറവ് ഞാൻ അങ്ങനെ ആ കുറവ് എമ്പുരാനിൽ അദ്ദേഹം നികത്തി. കഥാപാത്രത്തിന്റെ പേര് സജനചന്ദ്രൻ എന്നാണ്. കേരള രാഷ്ട്രീയത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. വരുന്ന മാർച്ച് 27 എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. 27 മുതൽ എമ്പുരാൻ സംസാരിക്കട്ടെ. Very excited to see Suraj. Very excited. I know he and Prithvi Raj will not share screen space. I don't think so that's gonna happen, but I'm very happy he's part of the cast. Okay, we'll move on to the next one. Another actor that I absolutely loved, Sukant Goyal. He's playing Munna. Hi, my name is Sukant Goyal. Also, Namaskaram, because we're talking about a Malayalam film here. I'm playing Munna, the character of Munna in the film Empuran, which is a sequel to Lucifer, which you might have seen. It came to me and I was very surprised that I've been asked to test for it because I didn't know why Malayalam cinema would look at me. But nonetheless, I was very excited because that was the time in the last 5 or 6 years that this whole wave of Malayalam cinema has come to us in the north, to the Hindi-speaking population, and it's just taken people's imaginations completely. Even on a lot of Hindi film sets, you hear people talking about what they're doing over That's there. That's a good thing. I'm very happy to know that. So I was completely game, and then you hear that Prithviraj Sukumaran is directing it. You hear that it's a sequel in a series in which there's Mr. Mohanlal. I mean, it's a win-win. Why wouldn't I do it? But having said that, Munna is an evil guy, a very cunning guy as a young one, and goes on to become even more cunning and evil and dangerous. He's completely devoted to his brother, who possibly is even more dangerous. So it was great fun playing that. There's some action sequences which I look forward to. And
You know, it's a big set. I've never done a film which is so big in scale. Most of my work has been smaller in But he's a scale. So phenomenal I was actor. really excited to see that, and I saw it. And most of the time on the set, I was sitting and watching these big cranes and these big crowds and action directors choreographing so many people. And what stuck out for me was how sure and how much in control Prithvi was. And for me as an actor, it was, I understood very quickly that he knows his shots, his takes, his edit, or just the way he's making his film very clearly. So it was very quickly I realized Dream that I just have director to to follow work what with he them. wants, really. And of course do it my way. And if I can do that, I think I'm somewhere heading in the right direction with him, because he's so sure. It's like he's sure of seconds. And that was a revelation to me. Fun to work, and so you end up shooting fast. Of course, setups take time because it's a big set. And truly, it's been extremely exciting. And now I'm left wanting for more, hoping for more in the future, from that side of the country. But 27th of March, 2025, please come and catch me as Munna in Empuran. Do not miss your show. Thank you. Great. I'm excited for the new characters actually. Like, of course, the nostalgia will hit when you see the older characters, but I'm really excited for the newer characters also. And as I was talking about Sukant, if you want to watch a series that he is part of, please watch Kala Pani, which is in Netflix. Like, that's the recent one I can really think of. He was phenomenal in that. Like, one of the highlights of that show is him. So it's streaming on Netflix. So just wanted to let you guys know why I said he's a phenomenal actor. Hi, my name is I love Kishore. him. I love him as I an play actor. the character of Karthik in Empuran. இந்த படத்தோட offer வந்த உடனே I was really so happy to have got a call from this unit. Mainly because இந்த படத்தோட first part, Lucifer, was a big hit. அது எல்லாமே வந்து பிருத்விராஜோட டைரக்ஷனில் இந்த படம் வந்தது வந்து I was very excited to work with him. So I immediately said yes. Whatever role it is, I'll do this role. This character Karthik that I play in this film is an IB officer who's navigating two worlds and trying to maintain decorum. It's a very interesting and pivotal role in this film. It's a very crucial role for the film, in which I had to speak in English and Malayalam. ரெண்டுத்துலேயும் பெரிய பெரிய லைன்ஸ் இருக்கும். That was quite challenging for me. Not being from Kerala, being a Kannadiga, speaking Malayalam lines as though I am a Malayali was quite difficult. To get the speed accent that and I all had to right. match. Yeah. Prithviraj used to. He kept asking me, konja speed. Fumble, I don't know speed. So I had to rehearse it so much. It was really interesting working with an actor-director. It's amazing. எனக்கு தெரிஞ்ச வரைக்கும் when an actor is directing, he knows the actors well. ஏன்னா the actors' perspective அவருக்கு தெரியும். The way they work, the actors work, and how is it to be in front of the camera. ரொம்ப நல்லா தெரியும். That actually helps. If we are having a difficulty in saying a line or few words, get stuck with words or few emotions or few expressions, few movements, எல்லாமே வந்து அவ்வளோ ஃப்ளூயிடாக வர்றதுக்கு வந்து it becomes quite easy and comfortable when it is an actor directing the film. எனக்கு தோன்றது that was an advantage that we had in Empuran. So please come and catch me in my new avatar in Empuran on March 27th. Thank you. Nice. Hello, this is Karthikeya and I'm playing younger version of Zaid Masood in Empuran. Basically, this is my first Malayalam film. Wasn't and I'm he, so grateful to work with this. He was
You can actually, that makes complete sense. He was the guy who was in Salar also. He plays Prithvi's younger version only, so it completely makes sense because the face cut resemblance is there. So, wow, that was a very good casting choice by Prithvi. This Phenomenal. Great, filmmakers for my first Malayalam film itself. I found Zaid's character very inspiring because this character stands against all the odds. When producer described Zaid's character to me, he described that his true power lies in his unwavering determination. And that is the thing I tried to get, that is something I try to get in every scene in my acting. I've already done Salar as producer's younger version, Varadarajamana's younger version in Salar, but I never got to meet him. But this time, I got this opportunity to work under his directorial. Producer being himself a great performer, coming in front of me and performing and showing me what to do in the scene was truly a fanboy moment at that time. It was truly a wonderful experience working with producer and his amazing team. This team has more confidence in me than I have on myself. That's good. I'm so excited for you to meet Zaid on screens. Don't miss Empuran in theatres on March 27, 2025. That was a phenomenal casting. This is a story you can't miss. Thank you. Good casting. Very good casting. Okay, let's see who is character 8. Oh, it's his own brother, Indrajit. Of course, we know he plays the reporter. So he's reprising his role, obviously. മഹിരാവണൻ, ഇബ്ലീസ്, ലൂസിഫർ. അതെ, ലൂസിഫർ. നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ. ലൂസിഫറിലെ എമ്പുറാനിലെ സത്യാന്വേഷിയായ ഗോവർദ്ധൻ. ലൂസിഫർ എന്ന സിനിമ എല്ലാവരും കണ്ടതാണ്. ഗോവർദ്ധൻ എന്ന കഥാപാത്രം ഒരു ട്രൂത്ത് സീക്കറാണ്. ആർക്കും അറിഞ്ഞാത്ത കാര്യങ്ങൾ തൻ്റെതായ റിസർച്ചിലൂടെ ഇൻ്റർനെറ്റിലും ഡാർക്ക് വെബിലും ഒക്കെ കടന്നു ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തി ആ രഹസ്യങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു പറയുന്നൊരു വ്യക്തിയായിരുന്നു ലൂസിഫറിലെ ഗോവർദ്ധൻ എന്ന കഥാപാത്രം. ആ കഥാപാത്രം തന്നെയാണ് എമ്പുറാനിലും തുടരുന്നത്. ഇതിലും അതേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ക്യാരക്ടറിനുള്ളത്. പക്ഷെ എന്നാൽ നമ്മളിൽ പലർക്കും ഒരു തോന്നലുണ്ടാവും, ഇങ്ങനെയുള്ള പല ആൾക്കാർക്കും ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണ് എന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാവും. പക്ഷെ എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറം നമ്മളറിയാത്ത ചില കാര്യങ്ങളും ഈ ലോകത്തുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്ര അന്വേഷിച്ചാലും കണ്ടെത്താൻ പറ്റാത്ത ചില സത്യങ്ങൾ ലോകത്ത് മറിഞ്ഞിരിപ്പുണ്ട് എന്ന് ഗോവർദ്ധൻ്റെ ഒരു തിരിച്ചറിവും ഈ എമ്പുറാൻ എന്ന സിനിമയിലൂടെ വരുന്നുണ്ട്. ബട്ട് എഫക്റ്റീവ്ലി ലൂസിഫറിലെ ഗോവർദ്ധൻ തന്നെയാണ് എമ്പുറാനിലെ ഗോവർദ്ധൻ. അതേ ക്യാരക്ടറിസ്റ്റിക്സിലൂടെ അതേ ചേരുവകളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രമാണ് എമ്പുറാനിലെ ഗോവർദ്ധൻ. വെൻ യു വർക്ക് വിത്ത് എ ഡയറക്ടർ വിത്ത് സോ മച്ച് ഓഫ് ക്ലാരിറ്റി, ഇപ്പോൾ രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോജക്റ്റിൽ നിന്ന് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ആക്ടറിൽ നിന്ന് എന്താണ് വേണ്ടത്, ഓരോ സിറ്റുവേഷൻസ് എങ്ങനെ വേണം എന്നൊക്കെയുള്ള വളരെ വ്യക്തമായ ധാരണ എന്ന് പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് അബൌട്ട് ദ സ്ക്രീൻ പ്ലേ, പക്ഷേ ഒരു ഷോട്ട് എങ്ങനെ വേണം, ഒരു കഥാപാത്രം എങ്ങനെ നടക്കണം, ഒരു കഥാപാത്രം എങ്ങനെ സംസാരിക്കണം, അതിനൊക്കെ വളരെ വ്യക്തമായ ധാരണയുള്ള ഒരു ഡയറക്ടറാണ്. ഞാൻ മുൻപും എൻ്റെ പല അഭിമുഖങ്ങളും പറഞ്ഞ കാര്യമാണ്, കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ ഫോർ ആൻ ആക്ടർ ഇറ്റ് ഈസ് ഈസിയർ. അപ്പോൾ ഞാൻ ശരിക്കും ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഡയറക്ടർക്ക് ഒരു വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദ ജോബ് ഇസ് ഡൺ. പിന്നെ എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഗോവർദ്ധൻ എങ്ങനെ വേണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നിൽക്കണം എന്നൊക്കെ ഒരു വ്യക്തമായ ധാരണ പൃഥ്വിക്കുണ്ട്. അത് എന്നോട് സംസാരിച്ച് ആ ഒരു കഥാപാത്രമാണ് അങ്ങനെയാണ് പെർഫോം ചെയ്യാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജോലി ഈസി ആയിരുന്നു, കാരണം രാജുവിന് അറിയായിരുന്നു എങ്ങനെ വേണം എന്നുള്ളത്. കുറേ കൂടി ഒരു ബിഗ് സ്കെയിൽ സ്റ്റോറി പറയുന്ന സിനിമയാണ്. നമുക്കറിയാം, നമ്മൾ ലൂസിഫർ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയിലൂടെ പോയി അബ്രാം ഖുറേഷിലാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പല കഥകൾ, മൾട്ടിപ്പിൾ സ്റ്റോറി നറേറ്റീവ്സ് ഇനിയും ഈ എമ്പുറാനിൽ വരും. ആരാണ് ഇയാൾ, അല്ലെങ്കിൽ ഇയാളുടെ പാസ്റ്റ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അയാൾ എന്താണ്, ഇനി ഫ്യൂച്ചർ എന്താകും, ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങൾ ഈ സിനിമയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള ഉത്തരം ഒരളവ് വരെ ഈ ഒരു സിനിമ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ മാർക്ക് യുവർ കാലണ്ടേഴ്സ്. എമ്പുറാൻ ഹിറ്റ്സ് തിയേറ്റേഴ്സ് on March 27th, 2025. Okay, Jerome Flynn. This was a surprise. Amazing. This was truly a surprise for me also. Did not expect him to be part of the cast. Hi, my name's Jerome Flynn, and I play the part of Boris in Empuran, or L2E. I can't quite remember how I got roped into this job, but I'm so glad I did, because it was a completely different experience than I'm used to having over in the UK or the US. To be part of the Mollywood culture of things and to get a taste of that was really special.
It's extra special to me, I think, because India was a really important, precious part of my journey. I spent several years coming over here in my late 20s, early 30s, mostly on spiritual retreat. And the whole experience of being in India has changed my life forever, in the best possible way. So doing this job felt rather like coming home. And the vibe on the set, even though we never went to India, it was like being back in the middle of a Delhi roundabout. It was kind of this beautiful orchestrated chaos, and everybody really sweet, really loving their job, and it made it one of the most enjoyable jobs I've done. I can't give away too much about my character, except to say that he does play an important role in Qureshi's journey. So I really hope you guys enjoy my character and the film. It opens on March the 27th. Hope you enjoy it as much as I've enjoyed making it. Amazing. Like, his casting was definitely a surprise. Definitely a surprise. But that's just amazing. Just goes to show that he really believes in this project so much, and he's put a lot of effort. And just for the characterization, even if the character has a small role, but it's a significant role. And I would definitely want to see every character kind of taking Qureshi's journey forward, because obviously it has to play into his final journey of why he is like this huge deal across the world. So that'll be very, very interesting to see. Next character is Michelle by Andrea. Hi everyone, this is Andrea Tibra, and I play Michelle Menuhin in Lucifer 2 Empuran. I work as an SAS operative, working for the MI6 and going after Qureshi Abraham. My mission turns personal, and the quest turns larger than life, in the sense that the stakes are really, really high. That's what I want to see. What are the stakes? So exciting to be on set for this. And I'm so grateful to our director, Prithviraj Sukumaran. His determination, leadership skills, and ability to communicate his vision at all times really inspired me and gave me a lot of confidence. Especially because the set in India is probably the largest set I've ever been on. And it was both exhilarating and, I have to admit, nerve-wracking at times. It's just the proportion, the dimension of it all. And then last but not least, I am so grateful and so proud that I got to work with the legendary Mr. Mohanlal. So I hope to catch you all in the cinemas on March 27th, 2025. Bye for now. She definitely has a bigger role because you can make it out from the trailer. Like, she definitely has a very, very the meteor role in the film. So that'll be very, very interesting to see, because she said that her quest becomes personal along the way. So let's see. Okay, next we got the big characters now. So Manju Warrier as Priyadarshini Ramdas. Hers is a 3-minute video. Let's watch. നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. പ്രിയദർശിനി രാംദാസ്. പ്രിയദർശിനിയെ നിങ്ങൾക്ക് പുതിയതായിട്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൂസിഫറിൽ നിങ്ങളെല്ലാവരും കണ്ടതാണ്, സ്നേഹിച്ചതാണ് പ്രിയദർശിനിയെ. PK രാംദാസ് എന്ന വലിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളായ പ്രിയദർശിനി പല ഘട്ടങ്ങളിലും അതൊക്കെ മറന്നുവെച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് it'll be very interesting to see the principal character journeys also, because now that I'm understanding, this film is set 5 years later from the incidents that has happened in Lucifer. So yeah, a lot has happened. So we'll see. ജീവിച്ച വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്.
പ്രിയദർശിനിയുടെ യാത്ര ലൂസിഫറിന് ശേഷം ഇപ്പോൾ എമ്പുരാനിലും തുടരുകയാണ് എന്നുള്ള വലിയ സന്തോഷം എനിക്കുണ്ട്. ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി എന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. അതിനെനിക്ക് മനസ്സറിഞ്ഞ് നന്ദി പറയാനുള്ളത് ശ്രീ പൃഥ്വിരാജ്, അതേപോലെ മുരളി ഗോപി, ശ്രീ ആന്റണി പെരുമ്പാവൂർ, എല്ലാത്തിനുമുപരി ബഹുമാനപ്പെട്ട ലാലേട്ടനോട് കൂടിയാണ്. ലാലേട്ടനോടൊപ്പം ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങൾ എന്നും എനിക്ക് പ്രേക്ഷകരുടെ ഇടയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ്. എൻ്റെ ഒരു കഥാപാത്രങ്ങളുടെ ഒരു പേരുകൾ എടുത്ത് പറയുമ്പോൾ പല കഥാപാത്രങ്ങളും ലാലേട്ടനോടൊപ്പം അഭിനയിച്ച സിനിമകളിലെയാണ്. അതിലെനിക്ക് മനസ്സറിഞ്ഞ് ഒരു സന്തോഷമുണ്ട് വീണ്ടും ലാലേട്ടനോടൊപ്പം എമ്പുരാനിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ. കഥയെപ്പറ്റി കൂടുതലൊന്നും പുറത്ത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ച് ചെയ്ത ഒരു കഥാപാത്രമാണ്. പ്രിയദർശിനിയിലെ ഒരു കോംപ്ലിക്കേഷൻസും ഒരു സംഘർഷങ്ങളും സങ്കീർണതകളും ഒക്കെ എന്നെ എത്രമാത്രം അട്രാക്ട് ചെയ്തിട്ടുണ്ടോ അത്രയും തന്നെ വെല്ലുവിളികളും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയദർശിനിയെ ലൂസിഫറിലെ പോലെ തന്നെ എമ്പുരാനിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. രാജുവിനോടൊപ്പം ഒരു സിനിമ ചെയ്യുന്നതിന്റെ സന്തോഷം എത്രയാണെന്നുള്ളത് ലൂസിഫറിലോ അല്ലെങ്കിൽ ഇപ്പോൾ എമ്പുരാനിലോ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ഏതൊരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലും അറിയാൻ സാധിക്കും. കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡയറക്ടർക്ക് ഏറ്റവും ആവശ്യമുള്ളത് എനിക്ക് തോന്നുന്നത് എന്ത് വേണം എന്നുള്ളതിനേക്കാൾ ഉപരി everyone talks about clarity, and this is what I keep saying every time whenever I watch a Prithviraj interview. Clarity of thought, visionary. വേണ്ട എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയാണ്. രാജുവിന് ഞാൻ കണ്ടിട്ടുള്ള വളരെ വലിയ ഒരു ക്വാളിറ്റിയാണ് ക്ലാരിറ്റി, അല്ലെങ്കിൽ കൺവിക്ഷൻ, കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഏതൊരു ആക്ടറെ സംബന്ധിച്ചും വളരെ വളരെ സന്തോഷം തരുന്ന, വളരെ പ്ലഷറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഡയറക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും രാജുവിന് അതിലൊരു സ്ഥാനം ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. വീണ്ടും ലൂസിഫറിന് ശേഷം വീണ്ടും രാജുവിന്റെ സംവിധാനത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നതും വലിയ സന്തോഷമാണ്. March 27th is the date. Empuran is coming and I can't wait for you to watch it. Very nice. Very, very nice. നമസ്കാരം, ഞാൻ ടൊവിനോ തോമസ്. ലൂസിഫറിലെ ജതിൻ രാംദാസ്, സ്വാഭാവികമായിട്ടും എമ്പുരാനിലെയും. വളരെ ചുരുക്കം സീനുകളിൽ കൊണ്ട് തന്നെ ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടർ, ആർക്കുള്ള ഒരു ക്യാരക്ടർ ആണ് എനിക്ക് ആ സിനിമയിൽ ലൂസിഫറിൽ രാജുവേട്ടനും മുരളിച്ചേട്ടനും കൂടെ തന്നത്. വളരെ കൗതുകത്തോടു കൂടിയിട്ടാണ് ഞാൻ ആ ക്യാരക്ടറിനെ അന്ന് സമീപിച്ചത്. കാരണം രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ലാതിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ അവൻ എങ്ങനെയാണ് രാഷ്ട്രീയക്കാരനായി മാറുന്നതെന്നും സിനിമയുടെ അവസാനത്തിൽ മുഖ്യമന്ത്രിയായിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ അതിന്റെ രണ്ടാം ഭാഗം വരുന്ന സമയത്ത് ആ ക്യാരക്ടറിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു. എമ്പുരാന്റെ സ്ക്രിപ്റ്റ് അറിഞ്ഞപ്പോഴും അതിനകത്തുള്ള എന്റെ ക്യാരക്ടറിനെ പറ്റി അറിഞ്ഞപ്പോഴും എനിക്ക് കൗതുകം കൂടുതലായിരുന്നു. കാര്യം ആ ക്യാരക്ടർ ആർക്കും മറ്റൊരു രീതിയിൽ. Bro looks overworked. By the way, it's just me, maybe I'm just reading too much into it, but I feel that he's really tired. He's overworking himself and he should rest. Maybe this is just me. Maybe he's just woke up and came to the set to shoot this. I could be wrong. Oh, wait. ആ ക്യാരക്ടർ ആർക്കും മറ്റൊരു രീതിയിലേക്ക് ഇനിയും വലുതാക്കിക്കൊണ്ട് ഒരു ക്യാരക്ടറാണ് എനിക്ക് എമ്പുരാനിലുള്ളത്. ഞാൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വേദികളിൽ പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ള ഡയലോഗും ഈ ലൂസിഫറിലെ തന്നെയായിരിക്കും. ലൂസിഫറിലെ മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ മടക്കി കുത്താനും അറിയാം എന്ന് പറയുന്ന ഡയലോഗ് കൗണ്ട്ലെസ് വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു തവണ രാജുവേട്ടനെ കൊണ്ട് ഈ ഡയലോഗ് ആരോ പറയിപ്പിച്ചപ്പോൾ ഞാൻ രാജുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എൻ്റെ കഞ്ഞിയിൽ പാറ്റിയിടല്ല, ഞാൻ അതുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ അത്രയും ഒരു വിസിബിലിറ്റിയും റീച്ചും എനിക്ക് തന്നൊരു ക്യാരക്ടറായിരുന്നു ജതിൻ രാംദാസ്. അപ്പോൾ
അന്ന് എനിക്ക് ആ ലൂസിഫറിൽ ലാലേട്ടനായിട്ടൊരു കോമ്പിനേഷൻ സീൻ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ സിനിമയിൽ ഞങ്ങൾക്കൊരു കോമ്പിനേഷൻ സീൻ Okay, great. ഒരുപക്ഷെ ഈ സിനിമയിലെ എൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസും ആ സീനിലായിരിക്കും എന്നാണ് ഡബിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. സ്വാഭാവികമായിട്ടും വളരെ നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ ഓപ്പോസിറ്റ് നിന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്. ഈ റെസിപ്രൊക്കേഷൻ മാത്രം മതിയായിരിക്കും നമ്മുടെ ക്യാരക്ടർ നന്നായിട്ട് വരാനായിട്ട്. ഞാനപ്പോൾ എമ്പുരാൻ്റെ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ സിനിമയുടെ ടോട്ടാലിറ്റിയെ പറ്റിയിട്ട് എനിക്ക് ചെറിയൊരു ധാരണയേ ഉള്ളൂ. പൂർണ്ണമായിട്ടും ആ സിനിമ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. March 27th, 2025. Don't miss Empuran in theaters. Or maybe he's unwell. I cannot shake this feeling off. Why do I feel like this? Maybe it's just me. Huh? But I've seen him more energized in multiple other cases. Okay, so I'm very interested. Now this character 3. That's very interesting because this is Abhimanyu Singh's character. He is playing the role of Balraj, another phenomenal actor. And just to see him this high in the character list, so he has a very significant role. So, yeah, wait. Let me just open this. Yeah, okay. Hey, I'm Abhimanyu Singh, and I play Balraj in Empuran, Lucifer 2. Balraj is a really complex character. He is not just one thing. There are many layers to him. And that made playing him so interesting. As the story goes on, his character goes through a huge transformation. That shift in his character was something I really enjoyed working. Working with Prithvi has been an amazing experience. He himself is a very good actor, and he was directing the film. So that was his biggest plus point, I would say, because when an actor is directing actors, then everything seems to be falling in the right place. I am really excited for you all to go and watch Empuran in theaters. It's releasing on 27th March 2025. It's a ride we don't want to miss. All right. So he has a very important character, role in the film, because he is number 3, character introduction number 3. So now we are left with 2, which is Prithvi Raj's character, Zaid Masood, and obviously Lalita's character, Abram Qureshi. So let's see what Prithvi Raj has to say. Oh, I'm sorry. Here we go. നമസ്കാരം, ഞാൻ പൃഥ്വിരാജ്, ലൂസിഫർ ഫ്രാഞ്ചൈസിലെ സയ്യിദ് മസൂദ്. ഈ ഫ്രാഞ്ചൈസിലെ ആദ്യ ഭാഗമായ ലൂസിഫർ എന്ന സിനിമയിൽ ലോകത്തിലെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻഫേമസ് നെക്സസ് ആയ ഖുറേഷി അബ്രാം എന്ന നെക്സസിന്റെ ഹിറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ഹിറ്റ് ഫോഴ്സ് ലീഡ് ചെയ്യുന്ന ഒരു മേഴ്സണറി കമാൻഡോ ആയിട്ടാണ് നിങ്ങൾ സയ്യിദ് മസൂദിനെ പരിചയപ്പെട്ടത്. അങ്ങനെ മാത്രമേ നിങ്ങൾ സയ്യിദ് മസൂദിനെ ആ സിനിമയിൽ പരിചയപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ഈ ഫ്രാഞ്ചൈസിലെ എല്ലാ കഥാപാത്രങ്ങളെ പോലെയും മുരളി ഗോപി എഴുതുന്ന എല്ലാ കഥാപാത്രങ്ങളെ പോലെയും സയ്യിദിനുമുണ്ട് അയാളുടെ ഒരു പാസ്റ്റ്, അയാളുടെ ഒരു കഥ, അയാളുടേതായിരുന്ന ഒരു ലോകം. ആ കഥ എന്താണെന്നും ആ ലോകം എന്തായിരുന്നുവെന്നും ആ പാസ്റ്റ് എന്തായിരുന്നുവെന്നും ആ ലോകത്തിലേക്ക് എങ്ങനെയാണ് ഖുറേഷി അബ്രാം കടന്നു വന്നതെന്നും നിങ്ങൾ വളരെ ബ്രീഫായി ഈ 2ാം ഭാഗമായ എമ്പുരാൻ എന്ന സിനിമയിൽ മനസ്സിലാക്കും. വളരെ കോംപ്ലക്സ് ആയ ഒരു വേൾഡാണ് ലൂസിഫർ എന്ന ആദ്യ ഭാഗത്തിൽ നിങ്ങൾ കണ്ടത്. ഒരുപാട് കഥാപാത്രങ്ങളും അവർക്കിടയിലുള്ള ക്യാരക്ടർ ഡൈനാമിക്സും ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഈ ഫ്രാഞ്ചൈസിന്റെ 2ാം ഭാഗമായ എമ്പുരാനിലേക്ക് വരുമ്പോൾ So I was not wrong. It's a trilogy. This whole franchise is a trilogy. Yes. ഇനിയും വളരുകയാണ്. കഥാപാത്രങ്ങളുടെ എണ്ണം ഇനിയും കൂടുകയാണ്. കുറച്ചധികം കഥാപശ്ചാത്തലങ്ങളും ഇപ്രാവശ്യം നിങ്ങൾ കാണാനിടയാകും. എന്നാൽ ഇതിന്റെ ഇടയിലൂടെയൊക്കെ തന്നെ വളരെ കോഹിറന്റ് ആയ ഒരു നറേറ്റീവ് ഈ സിനിമയ്ക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണുന്ന പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ തോന്നട്ടെ. ലൂസിഫറിന്റെ ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ഈ അണ്ടർവേൾഡ് മെഗാ സിൻഡിക്കേറ്റിനെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന
അവരെ തൊടാൻ കഴിയുന്ന അത്രമാത്രം ശക്തിയുള്ള മറ്റൊരു ഫോഴ്സ് ഈ ലോകത്തിൽ ഇല്ല എന്ന ധാരണയിലാണ് നമ്മൾ ആ സിനിമ കണ്ടു പിരിയുന്നത്. ആ ധാരണ ശരിക്കും സത്യമാണ്. He's giving a hint. Misplaced. He's giving a hint. Watch Empuran, the second part of the Lucifer franchise, on 27th of March 2025 in theaters worldwide. Bro is cooking something. Guys, okay, time for Lalita's character introduction video. I'm a little disappointed it's less than 2 minutes. Oh, I'm sorry. Okay. ലൂസിഫർ എന്ന സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം Yes. ആ സിനിമയുടെ അവസാന ഘട്ടത്തിൽ അയാൾക്ക് മറ്റൊരു പേരുണ്ടെന്നും അയാൾ ഭരിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും നിങ്ങളെ അറിയിച്ചു. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഖുറേഷി അബ്രാം എന്ന ആ കഥാപാത്രവും അയാളുടെ ലോകവുമാണ് നിങ്ങൾ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെ ഖുറേഷി അബ്രാം അയാളുടെ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഈ സിനിമ. ഖുറേഷി അബ്രാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന്റെ മുഴുവൻ കഥ ഒരുപക്ഷെ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഈ ഫ്രാഞ്ചൈസിന്റെ ഈ ട്രിയോളജിയായി പറയാൻ പോകുന്ന ഈ കഥയുടെ 3-ാം ഭാഗവും കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ 2-ാം ഭാഗത്തിന്റെ അവസാനത്തിൽ 3-ാം ഭാഗത്തിലേക്കുള്ള ലീഡ് കൂടി കാണാൻ സാധിക്കും. എന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ ആയിട്ടാണ് ഞാൻ എമ്പുരാനെ കണക്കാക്കുന്നത്. അതിന്റെ 2-ാം ഭാഗം വളരെ ശ്രദ്ധയോടും വലിപ്പത്തിലും ചിത്രീകരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അഭിനയിക്കുന്ന ഓരോ അഭിനേതാക്കളും അതിന്റെ ലൊക്കേഷനും ഒക്കെ അത്രയും പ്രാധാന്യം കൊടുത്താണ് സംവിധായകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ വളരെ ശ്രദ്ധേയമായ ചിത്രമായിരിക്കും ഇത്. എമ്പുരാന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഖുറേഷി അബ്രാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക്. 1-ാം ഭാഗത്തിൽ സ്റ്റീഫൻ പറഞ്ഞ പോലെ ചെകുത്താന്റെ സ്വന്തം നാട്ടിലേക്ക് എങ്ങനെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ സിനിമ. ആ വരവിനായി കാത്തിരിക്കൂ. ഞാനും കാത്തിരിക്കുകയാണ്. മാർച്ച് 27 എമ്പുരാൻ. Wow. This video is going to be, let me stop this, over an hour long. I'm sure about that. I'm 100% sure about that. But it'll be very interesting to see all of these characters come together and how. Now it's confirmed, obviously, because I was not very sure if it's a trilogy or not, but it is. Now I'm really, really looking forward to the cliffhanger. My wild guess is, because I asked you to guess, my wild guess is there's going to be, like, his empire is going to fall. That's my guess. All cards on the table. My guess is his empire is going to fall. His empire is going to fall. Like, he's going to be at a place where he has nothing left. He has nothing left. And the third part is probably his redemption arc. We will see. That's my guess. So I've put my guess on the table. You guys let me know yours. So yeah, that was my reaction to all the character introductions. And which character are you looking forward to see more? Definitely Boris for me as a character because of Jerome. But yeah, all the characters. Let's see how this happens. In fact, Munna's character also, I'm very excited to see what kind of role that is. So yeah, okay, that was the reaction. It was a very long video. I hope you guys, if you guys have come till the end, please type in the comments that you have watched the entire thing. I'll be very happy to know that. So I'm gonna sign off now and I will see you soon on my next video. Bye.